Hello students, today I am going to start a new chapter from plus 1 chemistry, equilibrium. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു സിമ്പിൾ ആക്ടിവിറ്റി ചെയ്യാം. പ്ലീസ് ലിസൺ. ഇതൊരു ബോയിലിംഗ് ട്യൂബാണ്. ഓക്കെ, ബോയിലിംഗ് ട്യൂബ്. ഇതൊരു ക്ലോസ്ഡ് ബോയിലിംഗ് ട്യൂബാണ്. ഓക്കെ, ക്ലോസ്ഡ് ബോയിലിംഗ് ട്യൂബാണ്. ഈ ക്ലോസ്ഡ് ബോയിലിംഗ് ട്യൂബിൽ ഞാൻ അമോണിയം ക്ലോറൈഡ് എടുത്തു. ഓക്കെ, അമോണിയം ക്ലോറൈഡ് എന്ന സാൾട്ട് എടുത്തു. അമോണിയം ക്ലോറൈഡ് ഒരു വൈറ്റ് പൗഡറാണ്. ഓക്കെ, ഞാൻ ഈ അമോണിയം ക്ലോറൈഡിനെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഹീറ്റ് ചെയ്ത ശേഷം ഞാൻ ഇവിടെ ഒരു എന്താ പറയുക, ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ ഈ ട്യൂബിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ബ്ലൂ ഫസ്റ്റ്. ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന ഒബ്സർവേഷൻ. അപ്പോൾ ആ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്താണ് ബ്ലൂ ആയിട്ട് മാറണമെങ്കിൽ അവിടെ ബേസിക് സ്വഭാവമുള്ള ഒരു ഗ്യാസ് ഉണ്ടായി എന്ന് പറയാം. ആ ഗ്യാസ് അമോണിയ ഗ്യാസാണ്. ഓക്കെ, പിന്നീട് ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇപ്പോൾ റെഡ് ബ്ലൂ ആയി, ദെൻ ദിസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ അഗെയിൻ ടേൺസ് റെഡ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ ഈ ബേസിക് നേച്ചറുള്ള അമോണിയ കൂടാതെ അസിഡിക് നേച്ചറുള്ള വേറൊരു ഗ്യാസ് ഉണ്ടായി. അതാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. ഓക്കെ, ഇപ്പോൾ ഹിയർ ദ അമോണിയം ക്ലോറൈഡ്, ദ റിയാക്റ്റൻ്റ് അമോണിയം ക്ലോറൈഡ് ഓക്കെ ഇസ് ഡികമ്പോസ്ഡ് ടു ഫോം അമോണിയ ഗ്യാസ് ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. ഓക്കെ, ഇനി ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ വാൾസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വാൾസിൽ ഒരു വൈറ്റ് പൗഡർ ഡിപ്പോസിറ്റ് ചെയ്തായിട്ട് കാണാം. ദിസ് വൈറ്റ് പൗഡർ ഈസ് നത്തിങ് ബട്ട് അമോണിയം ക്ലോറൈഡ്. അവിടെ എങ്ങനെ ആ വൈറ്റ് പൗഡർ ഉണ്ടായി? ആ വൈറ്റ് പൗഡർ അവിടെ എങ്ങനെ ഉണ്ടായി? ഇവിടെ വൈറ്റ് പൗഡർ ഫോം ചെയ്യണമെങ്കിൽ ദർ ഇസ് നോ ഡൗട്ട് ഇവിടെ ഉണ്ടായ അമോണിയ ഗ്യാസ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യണം. ഓക്കെ, അമോണിയ ഗ്യാസ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്ത് അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യണം. ഓക്കെ, അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യണം. ദാറ്റ് മീൻസ് this reaction takes place in two directions. ആദ്യം എന്താ, reactants get converted to products. Then the products react together, give back the reactants. Reactants product ആയിട്ട് മാറി. അവിടെ ഫോം ചെയ്ത പ്രോഡക്റ്റ് വീണ്ടും റിയാക്ട് ചെയ്ത് റിയാക്റ്റൻസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ എന്താണ്, റിയാക്റ്റൻസ് ഗെറ്റ് കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ്. ഇതിനെ നമുക്ക് ഒരു ലൈക്ക് ദിസ് ഒരു ഹാഫ് എയർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ദ പ്രോഡക്ട്സ് റിയാക്ട് ടുഗദർ ടു ഗീവ് ബാക്ക് ദ റിയാക്റ്റൻസ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അറ്റ് ദ സെയിം ടൈം ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. What is meant by forward reaction? Forward reaction is the reaction in which reactants get converted to products. Then backward reaction means what? Backward reaction is the reactants in which products react together to form the reactants. These types of reactions are called reversible reactions. Then what is meant by reversible reaction? What is meant by reversible reaction? Yes, reversible reaction is the reaction which takes place in both forward and backward directions. That is, the reactants gets converted to products and the products react to give back the reactants. അപ്പോൾ നമുക്ക് ഈ റിവേഴ്സിബിൾ റിയാക്ഷന് നമുക്ക്
രണ്ട് മൂന്ന് എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ദ H2 gas reacts with the I2 gas, forms hydrogen iodide gas. Okay, then N2 gas reacts with the H2 gas, forms ammonia gas. Then, what is meant by irreversible reaction? Irreversible reaction. Yes, the best example for irreversible reaction is rusting of iron. We know iron reacts with oxygen and moisture present in the atmosphere to forms hydrated ferric oxide. The hydrated ferric oxide is nothing but rust. Okay. പക്ഷെ ഇവിടെ ഫോം ചെയ്ത റസ്റ്റ്, ദാറ്റ് മീൻസ് Fe2O3 ഒരിക്കലും റിയാക്റ്റൻ്റായ അയണായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ദെൻ ദ നെക്സ്റ്റ് എക്സാമ്പിൾ, കാർബൺ ബേൺസ് ഇൻ എയർ. വി നോ ഫോംസ് കാർബൺ dioxide. This reaction takes place in only one direction. ഇവിടെ പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ദെൻ AgNO3 സൊല്യൂഷനിലേക്ക് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് AgCl, സിൽവർ ക്ലോറൈഡ് ആൻഡ് സോഡിയം നൈട്രേറ്റ്. ദിസ് റിയാക്ഷൻ ഓൾസോ ടേക്സ് പ്ലേസ് ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, these type of reactions are called irreversible reaction. Then what is meant by irreversible reaction? Irreversible reaction is the reaction in which, okay, the products do not react to give back the reactants. That is, the reaction takes place in only one direction. Okay. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യം എന്താണ്? ഈ റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യം എന്താണ്? റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്തപ്പോൾ അമോണിയം ക്ലോറൈഡ് ഈസ് കൺവേർട്ടഡ് ടു അമോണിയ ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. ദാറ്റ് മീൻസ് ഹിയർ ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. The rate of forward reaction increases. Okay. പിന്നെ എന്താണ്? After some time, the products, that is ammonia and hydrogen chloride, react together to give back the reactants. That means the rate of backward reaction increases. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള അമോണിയം ക്ലോറൈഡിൻ്റെ എമൗണ്ടും ഇവിടെ ഫോം ചെയ്ത പ്രോഡക്റ്റായ അമോണിയയുടെയും ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിൻ്റെ എമൗണ്ടിലും മാറ്റമില്ലാതെ ഒരു സ്റ്റേറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ഓൾമോസ്റ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. There is no noticeable change in the concentration of reactants and products. അപ്പോൾ that means the reaction appears to be stopped. ആ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് നമുക്ക് തോന്നും. അവിടെ റിയാക്ഷനേ നടക്കുന്നില്ല. പക്ഷെ ഞാൻ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ഈ ട്യൂബിലേക്ക് ഞാൻ കുറച്ച് അമോണിയ ഗ്യാസ് പാസ് ചെയ്തു. അപ്പോൾ ഞാൻ പാസ് ചെയ്ത അമോണിയ ഗ്യാസ് ഇവിടെയുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസുമായിട്ട് കമ്പൈൻ ചെയ്ത് വീണ്ടും അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്തുവെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിലേക്ക് പാസ് ചെയ്ത അമോണിയ ഗ്യാസ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യാൻ പാടില്ല. ഓക്കെ ആണല്ലോ. ഞാൻ ഇനി ഈ ബോയിലിംഗ് ട്യൂബിലേക്ക് കുറച്ച് പിഞ്ച് ഓഫ് അമോണിയം ക്ലോറൈഡ് സാൾട്ട് ആഡ് ചെയ്തു.
ഞാൻ ആഡ് ചെയ്ത അമോണിയം ക്ലോറൈഡ് സാൾട്ട് ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഞാൻ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇപ്പോൾ എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് തന്നെയാണ്, ടെമ്പറേച്ചറിൽ അവിടെ ചേഞ്ച് ഇല്ല. ഓക്കെ, അപ്പോൾ ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആഡ് ചെയ്ത അമോണിയം ക്ലോറൈഡ് ഡിക്കമ്പോസ് ചെയ്ത് അമോണിയ ഗ്യാസും ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസുമായിട്ട് മാറി. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ അവിടെ ഫോർവേഡ് റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്തുവെങ്കിൽ അവിടെ ആഡ് ചെയ്ത അമോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ we can say that this reversible reaction attains the state of equilibrium. Then, what is meant by the state of equilibrium? The first point, in equilibrium, the rate of forward reaction becomes equal to rate of backward reaction. The rate of forward reaction becomes equal to rate of backward reaction. Then the next very important point, the measurable properties like concentration, temperature, pressure, etc. remains constant at equilibrium. Then, what is meant by equilibrium? What is meant by equilibrium? Equilibrium state is the state in which the measurable properties like concentration, temperature, pressure, etc. do not undergo any further noticeable change under a given set of conditions. Okay, there are two types of equilibrium. Number one, physical equilibrium. Number two, chemical equilibrium. What is meant by physical equilibrium? The equilibrium setup in the case of physical process is called physical equilibrium. The equilibrium setup in a chemical process is called chemical equilibrium. Okay. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് ടൈപ്പ് ഇക്വിലിബ്രിയമാണ്, കെമിക്കൽ ഇക്വിലിബ്രിയമാണ്. ഓക്കെ, നമുക്ക് നോക്കാം ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. Okay, the first point, at equilibrium, rate of forward reaction becomes equal to rate of backward reaction. Okay, then the second point, the chemical equilibrium is dynamic in nature. Dynamic in nature, very very important point. Chemical equilibrium is dynamic in nature. Okay, എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ദാറ്റ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം the reaction appears to be stopped but takes place with the same speed in both directions. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് നമുക്ക് തോന്നും. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? ഒരേ സ്പീഡിൽ അവിടെ ഫോർവേഡ് റിയാക്ഷനും നടക്കുന്നു, ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നു. Then the next point, the measurable properties like temperature, pressure, concentration, etc. remains constant at equilibrium. Okay, and the fourth point, very important point, the state of equilibrium, okay, is attained only in a closed system. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യൂ. ഓക്കെ, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ ദ സിസ്റ്റം മസ്റ്റ് ബി the system must be closed. അത് ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ്, ഇത് നമ്മൾ തെർമോഡൈനാമിക്സിൽ ഡിസ്കസ് ചെയ്തതാണ്. At equilibrium, the free energy change delta G is 0
and entropy change delta S is 0. And the next very important point, catalysts do not alter the state of equilibrium. Catalysts do not alter the state of equilibrium, but helps to attain the state of equilibrium quickly by increasing the rate of forward and backward reaction to the same extent. ഒരിക്കലും കാറ്റലിസ്റ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് എന്താ ചെയ്യുന്നത്? ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് സെയിം സ്പീഡിൽ ഇൻക്രീസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ആ റിവേഴ്സിബിൾ റിയാക്ഷനെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്താനാണ് കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻസിൻ്റെ കേസിലാണ്. Students, in my next video I will discuss the next important topic, law of chemical equilibrium. Goodbye, study well.